ഞാൻ കമ്മിറ്റിയിൽ തിരിച്ചു വന്നിട്ട് എനിക്ക് നിർബാധിത്വം നിങ്ങൾ ഇലക്ഷൻ പ്രഖ്യാപിച്ചോളൂ, ഞാൻ തന്നെ പ്രഖ്യാപിക്കാൻ റെഡിയാണ്. പക്ഷേ നിങ്ങൾ നമുക്കിത് തന്നു കഴിഞ്ഞിട്ട് നമ്മൾ നിർബാധിത്വം നമ്മുടെ കണക്കും നമ്മുടെ ഒരു അമ്മ ഡ്യൂട്ടി ഒന്നും റോങ് ആയി ചെയ്യില്ല. ഇപ്പൊ കൈനീട്ടം എല്ലാം നമ്മൾ അയച്ചു. നിങ്ങൾക്ക് ഇത് ഞാൻ പറയുന്നത് ഞങ്ങൾക്കിത് തരാനുള്ള അധികാരമില്ലെന്ന്. അത് ഓക്കെ ശരി. അപ്പൊ പിന്നെ എനിക്ക് അങ്ങനെ ജനറൽ ബോഡി തന്നെ തരണം. എനിക്ക് രാജിവെക്കാൻ അധികാരമുണ്ട്, എനിക്ക് എന്റെ അധികാരം കൈമാറ്റം ചെയ്യാൻ അധികാരമില്ല. ഞാൻ പറഞ്ഞ സാധനം പിടുത്തം കിട്ടും. എനിക്ക് വേണമെങ്കിൽ ഇത് എനിക്ക് പറ്റില്ലെന്ന് പറഞ്ഞ് രാജിവെക്കാം. പക്ഷെ എനിക്ക് ഞങ്ങൾ അഡ്വക്ക് ഞങ്ങൾ പഴയ കമ്മിറ്റിക്ക് തിരിച്ചു കൊടുക്കുമെന്ന് പറയാൻ പറ്റില്ല. കാരണം ജനറൽ ബോഡിക്ക് ചെയ്യാനുള്ള അധികാരമുള്ളൂ. ആണുങ്ങള് മറ്റേ ലാലേട്ടൻ ഉണ്ടായിരുന്ന കമ്മിറ്റി എഡ്ഹോക്ക് ആയപ്പോ റൂള് വേറെ, സ്ത്രീകൾ എഡ്ഹോക്ക് ആയപ്പോ റൂള് വേറെ. അപ്പോൾ ദാറ്റ് മീൻസ് അക്കോർഡിംഗ് ടു ദ കൺവീനിയൻസ് ദ എഡ്ഹോക്ക്. പിന്നെ ഒരു ചെയർ ഉണ്ടാവുമ്പോൾ എങ്ങനെയാണ് ജഗദീഷ് ഏട്ടൻ നോ ജനറൽ ബോഡിന്റെ മുമ്പ് തന്നെ അവര് എഡ്ഹോക്ക് ആക്കി. ജനറൽ ബോഡി ആര്? ഈ ലാലേട്ടനും ബാബുരാജേട്ടന്റെ, ലാലേട്ടൻ അല്ല ഞാൻ പറയുന്നത്, ബാബുരാജേട്ടൻ എങ്ങനെ ആ കൺവീനിയർ ആയിട്ട് അത്ര ദിവസം വരെ നിന്നു? എങ്ങനെ ആള് എഡ്ഹോക്ക് അതേ കമ്മിറ്റി ഓടിച്ചു? അതുമാത്രമല്ല, എഡ്ഹോക്ക് ആൾക്കാരാണ് കുടുംബസംഗമം നടത്തിയത്, എഡ്ഹോക്ക് ആൾക്കാരാണ് സഞ്ജീവനി ഇറക്കിയത്. എങ്ങനെ എഡ്ഹോക്ക് ആൾക്കാർക്ക് ഇത് ചെയ്യാൻ പറ്റും? പിഷു പറയൂ. അപ്പൊ നിങ്ങൾ പറയൂ, ഒരു കമ്മിറ്റിക്ക് ഒരു റൂള്, വേറെ കമ്മിറ്റിക്ക് വേറെ റൂളാണോ? കഴിഞ്ഞ അഡ്വക്കേറ്റ് കമ്മിറ്റിക്ക് എങ്ങനെ ഈ കുടുംബസംഗമം നടത്താം? പോളിസി ചേഞ്ച് ഒന്നും വരുത്താൻ പാടില്ല. പോളിസി മാറ്റേഴ്സില്ല. പിഷു നിങ്ങൾ ഏത് അഡ്വക്കേറ്റിന്റെ കൂടെ കൺസൾട്ട് ചെയ്യുന്നു? ഞാൻ നിങ്ങളുടെ അഡ്വക്കേറ്റിന്റെ കൂടെ ഇരിക്കാൻ റെഡിയാണ്. അല്ല, നമ്മൾ അഡ്വക്കേറ്റിനോട് സംസാരിച്ചിട്ട് കാര്യമില്ല, അമ്മയെ കോൺഗ്രസിനോടല്ലേ സംസാരിക്കണ്ടേ. ഞാൻ പറയുന്നത് സഞ്ജീവനി തുടങ്ങാനുള്ള അധികാരം അഡ്വക്കേറ്റ് കമ്മിറ്റിക്കില്ല. തുടങ്ങിയോ നടത്താനുള്ള അധികാരമുണ്ട്, തുടങ്ങി. അപ്പൊ അത് തെറ്റാണോ? ആണ്. അപ്പോ എന്തുകൊണ്ട് അപ്പോ ഒരു കമ്മിറ്റിക്ക് വേറെ റൂള്, വേറെ കമ്മിറ്റിക്ക് വേറെ റൂള് എങ്ങനെ? പിന്നെ നമ്മളെ വിശ്വാസമില്ലായ്മ എന്ന് പറഞ്ഞ് നമ്മുടെ കമ്മിറ്റിയിൽ വിശ്വാസമില്ലായ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും എങ്ങനെയാണ് നമ്മൾക്ക് അടുത്ത ഒരു മേ ബി മാക്സിമം 45 ഡേയ്സിൽ നമ്മൾ ഇത് വിളിച്ചേന്നേ, എലക്ഷൻ നമ്മൾ തന്നെ വിളിച്ചേന്നേ. എങ്ങനെയാണ് കമ്മിറ്റി മാറ്റാൻ പറ്റണത്? എങ്ങനെ? നമ്മൾ ഇതാ ചോദിച്ചത്, 45 ദിവസം കൊടുക്കൂ. ലാലേട്ടനോട് പറഞ്ഞപ്പോൾ ലാലേട്ടൻ പറഞ്ഞു യെസ് ഇത് കൊടുക്കൂ എന്ന് പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് സിദ്ദിഖ ലാലേ വേണ്ട, ലാലിന്റെ തലയിൽ വരും എന്ന് പറയാനുള്ള ഒരു അധികാരം എന്തിനാണ് ഈ കുറച്ച് കുറ്റാരോപിതരായ ആൾക്കാർ മാത്രം ഒച്ചയും വിളി ഉണ്ടാക്കിയത്? പിന്നെ കൊല്ലം തുളസി അങ്കിൾ നമുക്ക് വേണ്ടി പറഞ്ഞപ്പോൾ അങ്കിളുടെ കയ്യിൽ നിന്ന് മൈക്ക് എന്തിനാണ് സിദ്ദിഖ വലിച്ചത്? അനൂപ് ചന്ദ്രൻ എന്തിനാ അടിക്കാൻ പോയത്? എന്തിനാണ് മല്ലിക സുകുമാരൻ ആന്റീന്റെ കയ്യിൽ നിന്ന് മൈക്ക് പിടിച്ചു വലിച്ചത്? മറ്റേ എത്രയോ, ഞാൻ ഇനി എത്ര കാണിക്കണം, എത്രയോ കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഇതെന്താണെന്നറിയോ ശരി, ഇതെല്ലാം പറയുന്ന കാര്യങ്ങളൊന്നും എനിക്ക് ഉത്തരം അറിയാവുന്നതോ പറയാവുന്നതോ അല്ല. പിഷുവിനോട് ഞാൻ പറഞ്ഞു തീർന്നില്ല. ഉത്തരം പറയാറില്ല, അല്ലെങ്കിൽ അറിഞ്ഞ നടന്നത് തെറ്റാണ്. അത് നടന്നത് തെറ്റാണ്, ഞാൻ സമ്മതിച്ചു. ഇപ്പൊ നമ്മൾ എന്തുകൊണ്ട് അത് ശ്രദ്ധയ്ക്ക് മേടിച്ചു, എന്തുകൊണ്ട് ബാബുരാജ് പറഞ്ഞു, എന്തുകൊണ്ട് ഇത് ചെയ്തു എന്ന് നമ്മൾ ചോദിക്കുന്നത് പോലെ തന്നെ ഇവര് നമ്മുടെ കഴിഞ്ഞ കമ്മിറ്റിയെ പറ്റി ഇതുപോലൊരു 15 ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. നമ്മളല്ല, കമ്മിറ്റിയിൽ തന്നെ ഉണ്ടായിരുന്ന അൻസിബയും പൊതുസമൂഹത്തോട് എന്തുകൊണ്ട് അൻസിബയെ മാറ്റി, എന്തുകൊണ്ട് ടിനി ടോമിനെ സപ്പോർട്ട് ചെയ്തു? അപ്പൊ ഞാൻ പറയട്ടെ, എന്തുകൊണ്ട് അൻസിബയും മാല പാർവതി ചേച്ചീനെയും മറ്റേ ഇപ്പൊ ലക്ഷ്മിപ്രിയ എന്തായാലും അമ്മേന്ന് പുറത്തുപോയി, അവള് റെസിഗ്നേഷൻ കൊടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് വന്നു മെയില് കണ്ടു, നമ്മള് മെയില് കണ്ടു. ലക്ഷ്മിപ്രിയന്റെ ഓൾറെഡി മെയിൽ വന്നു കഴിഞ്ഞു. എനിക്ക് കുക്കു പരമേശ്വരൻ ഈനാപ്പേരക്കുറിപ്പും കൂടെ മിനിഞ്ഞാന്നിന്റെ തലേന്ന് ഓഫീസിൽ വന്ന വീഡിയോ എടുത്തോണ്ട് പോയിട്ടുണ്ടോ എനിക്ക് സംശയമുണ്ട്. ഏതിന്റെ വീഡിയോ? നമ്മുടെ ലക്ഷ്മിപ്രിയ നീനാക്കുറിപ്പിനെ കെട്ടിപ്പിടിക്കുന്ന വീഡിയോ. അത് ഇപ്പൊ ഓൺലൈനിൽ വന്നിട്ടുണ്ട്.
അതന്നെ ഞാൻ പറയുന്നത്. ഇതൊക്കെയാണ് നടക്കുന്നത് പിഷു. എന്നിട്ട് എനിക്ക് ലക്ഷ്മിപ്രിയ എന്നെ വിളിച്ചിട്ട് നമ്മുടെ ഓഫീസിന്റെ വീഡിയോ എങ്ങനെ ലീക്ക് ആയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നമുക്ക് ഇവർ ഇതുവരെ പാസ്വേഡോ താക്കോലോ ഒന്നും 11 ദിവസമായിട്ട് തന്നില്ല. ഞാൻ കുക്കുവിനെ മിനിഞ്ഞാന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി സൗഹൃദമൊക്കെ ശരിയാണ്, നിങ്ങൾ നമ്മൾക്ക് ഈ സാധനങ്ങൾ തന്നില്ലെങ്കിൽ അത് ഭീകരമായ കുഴപ്പമാണ്. നിങ്ങൾ നമുക്ക് എല്ലാ സാധനങ്ങളും എന്നോട് ഷെയർ പറഞ്ഞു. ഇനി എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ എല്ലാം കുക്കുവാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് എനിക്കൊരു പറ്റില്ല, ഞാൻ എഴുതിയിട്ടേ തരുള്ളൂ. ഞാൻ താക്കോലും ക്യാമറയുടെ പാസ്വേഡും 2 ദിവസത്തിനകം തന്നില്ലെങ്കിൽ വേറെ വഴി നോക്കുന്നു പറഞ്ഞിട്ടാണ് നാളെ തരുമെന്ന് പറഞ്ഞേക്കുന്നത്. ഇതാണ് ഇതിന്റെ അവസ്ഥ. അപ്പോ 2 കാര്യം പറയാം. അപ്പൊ നിങ്ങൾ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ നിരപരാധിത്വം തെളിയിക്കാൻ പറ്റും? ബിക്കോസ് നമ്മൾ പറയും നമ്മുടെ, അപ്പൊ ഞാൻ എന്റെ തലയിൽ എന്തായാലും എടുക്കൂല. നിങ്ങളുടെ തലയിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ സമയത്ത് കണക്കിന് കുഴപ്പമില്ലെന്നുള്ളതാണ് നമ്മുടെ നിരപരാധിത്വം. അതുണ്ട്. പക്ഷെ നമ്മളുടെ സമയത്തുള്ള മറ്റേ കണക്കാണല്ലോ നമ്മൾ തെളിയിക്കേണ്ടത്. നമുക്ക് നമ്മൾ അവിടെ ഇരുന്നിട്ട് നമ്മൾക്ക് April 1 തൊട്ടിട്ട് March 31 വരയ്ക്കുള്ള കണക്ക്, അല്ലാതെ നമ്മൾ ജൂൺ 20 ആ കണക്കിൽ കുഴപ്പങ്ങൾ ഇല്ലെന്നല്ലേ നിങ്ങൾ പറഞ്ഞ? കുഴപ്പങ്ങളില്ലെങ്കിൽ നിങ്ങൾ നിരപരാധിയാണല്ലോ. അല്ലല്ല, നമ്മളുടെ കണക്കിലല്ല ഞാൻ പറഞ്ഞത്. ബാബുരാജ് ഏട്ടന്റെ കണക്കിൽ ഒരുപാട് കുറ്റങ്ങളുണ്ട്. നമ്മള് ഫോറൻസിക് ഇന്റർണൽ ഓഡിറ്റ് ചെയ്യണം. എന്തുകൊണ്ടാണ് ആരും ചെയ്യാൻ സമ്മതിക്കാത്തത്? നമ്മൾ ഇപ്പോഴും പറയാണ് ഇത് കഴിഞ്ഞ ഓഡിറ്റ് പാസ്സായി പോയി കഴിഞ്ഞ ഓഡിറ്റാണ്. ഇനി ഒരു കമ്മിറ്റിക്കാണ് അത് തീരുമാനിക്കാൻ പറ്റുള്ളൂ. അല്ലല്ല, കമ്മിറ്റിക്ക് അല്ല. ബാബുരാജ് ഏട്ടൻ അത് മറ്റേ മിനിറ്റ്സിൽ എഴുതി തരണം. എന്തുകൊണ്ട് മറ്റേ കുക്കു പറഞ്ഞത് ബാബുരാജ് ഏട്ടനോട് ചോദിച്ചപ്പോ ബാബുരാജ് ഏട്ടൻ പറഞ്ഞു ഞാൻ എഴുതി തരില്ല. നമ്മുടെ പ്രീവിയസ് ഈ ജൂൺ 22 2025 അല്ലേ ജനറൽ ബോഡി നടന്നത്? അത് കഴിഞ്ഞിട്ടല്ലേ August 15 ഇലക്ഷൻ ആണ് എന്ന് പറഞ്ഞിട്ട് ബാബുരാജ് ഏട്ടൻ അവിടെ ഓൾറെഡി 1 വർഷമായിട്ട് അവർ ഇരിക്കുന്നുണ്ടായിരുന്നത് എഡോക്കായിട്ട്. അപ്പൊ എന്തുകൊണ്ട് ആ റൂള് എന്തുകൊണ്ട് നമുക്കും അതന്നെ ഇതെല്ലാം അടുത്തത് ഇലക്ഷൻ വേണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇരുത്തിയാ മതിയിരുന്നു. അതൊക്കെ അന്ന് കഴിഞ്ഞു പോയില്ലേ? അത് എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്നോട് ചോദിച്ചാൽ ഞാൻ എന്താ പറയാ? അങ്ങനെ അന്ന് അവര് ചെയ്തു, സംഘടന ചെയ്തു. അങ്ങനെ ചെയ്യാൻ പാടില്ല. അഡോക്ക് കമ്മിറ്റി ഒരു പോളിസി ഉണ്ടാക്കാൻ അഡോക്ക് അല്ലല്ലോ, ഞാൻ പിഷുവിന്റെ മോഡിലല്ല പറയുന്നത്. പിഷു അല്ല, ഞാൻ പറയുക നിങ്ങൾ ചെയ്തു എന്നുള്ളത് എനിക്കും അറിയാന്നേ. എനിക്കും അറിയാം അഡോക്ക് കമ്മിറ്റിക്ക് ഒരു പോളിസി ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ ബേസിക്കലി എനിക്കും എൻ്റെ കുറച്ച് കമ്മിറ്റി മെമ്പേഴ്സ്, അങ്ങനെ തന്നെ ഞാൻ പറയുള്ളൂ, നിരപരാധിത്വം തെളിയിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് അല്ലേ?